Hello and welcome back to my channel. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഓണം സെലിബ്രേഷന് പറ്റിയ ഒരു മേക്കപ്പ് ലുക്കാണ്. നല്ല ഗ്ലോയി ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ഈവൻ ചൂട്ടത്ത് പോയാലും അങ്ങനെ അലിഞ്ഞു പോകാത്ത രീതിയിലുള്ള മേക്കപ്പാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ സ്റ്റെപ്സ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് മേക്കപ്പ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും കേട്ടോ. പിന്നെ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒക്കെ അത്യാവശ്യം കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അപ്പോൾ സ്പെഷ്യലി കോളേജ് ഗോയിങ് ഗേൾസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്ട്സ് ആണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റത്തെ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ സ്പെഷ്യലി പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് മേക്കപ്പ് വരേക്ക് നമ്മൾ സ്കിൻ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ മുകളിലുള്ള മേക്കപ്പ് ഒക്കെ പെട്ടെന്ന് തന്നെ പോകും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഫേസ് നല്ലോണം വാഷ് ചെയ്യുക. ക്ലെൻസർ വെച്ചിട്ട് നല്ലോണം ഫേസ് വാഷ് ചെയ്ത് കളയുക. അതിൽ പ്രത്യേകിച്ച് ഓയിലോ എന്തെങ്കിലും ഡേർട്ടോ ഒന്നും ഉണ്ടാകാൻ പാടില്ല, ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ മോയ്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഓയിലി സ്കിൻ ആവട്ടെ ഡ്രൈ സ്കിൻ ആവട്ടെ നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ മോയ്സ്ചറൈസർ നോക്കിയിട്ട് എന്തായാലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ അങ്ങനെ പാച്ചിയോ ഡ്രൈ ആയിട്ടൊന്നും നിൽക്കില്ല. അപ്പോൾ ഒന്നുകൂടി നല്ല ഹൈഡ്രേറ്റ് ആയിട്ടുള്ള നല്ല ഗ്ലോയി ആയിട്ടുള്ള സ്കിൻ കിട്ടാൻ നല്ലതാണ്. അപ്പോൾ മോയ്സ്ചറൈസർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഹൈഫൻ്റെ ബാരിയർ റിപ്പയർ ക്രീമാണ്. ഇത് മോയ്സ്ചറൈസർ തന്നെയാണ്, ബട്ട് ഒന്നുകൂടി സ്കിന്നിന് നല്ലതാണ്. കാരണം നമ്മുടെ സ്കിൻ ബാരിയറിനെ ഒന്നുകൂടി റിപ്പയർ ചെയ്യാനും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യാൻ നല്ലതാണ്. ബട്ട് ഞാനത് യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്താലും മതി കേട്ടോ. അവൻ്റെ സ്കിന്നിന് ചേരുന്ന രീതിയിലുള്ള മോയ്സ്ചറൈസർ എടുത്തിട്ട് ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ബാക്കിൽ ഒരാളുണ്ട്, മൈൻഡ് ചെയ്യണ്ട. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യുന്നത്. എം കെഫിൻ്റെ ഇൻസ്റ്റാ ബ്രൈറ്റ് കംബൂച്ച ടീ അണ്ടർ ഐ ക്രീമാണ്. നല്ല ക്രീമാണ്. സോ ഐ എം ജസ്റ്റ് അപ്ലൈങ് ദിസ്. ഇത് എനിക്ക് കുറച്ചും കൂടി ബ്രൈറ്റനിങ് ആയിട്ടുള്ള എഫക്റ്റ് തരും കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഞാനൊരു ഡോട്ട് ഞാൻ രണ്ട് സൈഡിൽ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ ഉപയോഗിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു അണ്ടർ ഐ ക്രീമാണ് കേട്ടോ. നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതെനിക്കൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് ആൻഡ് കുറച്ച് ഹൈഡ്രേഷനും തരും കേട്ടോ. അപ്പോൾ കൺസിഡർ ഒന്ന് ക്രീസ് ആവാണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ ഡ്രൈ അങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി സ്കിപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് സൺസ്ക്രീൻ ആണ്. എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് അപ്ലൈ ചെയ്തിട്ട് പോവുക നിർബന്ധമാണ്. ബിക്കോസ് സൺ നമ്മുടെ സ്കിന്നിന് നല്ലതല്ല. സോ ഐ എം യൂസിങ് ദിസ് ഡോട്ട് ആൻഡ് കീയുടെ വിറ്റാമിൻ C+E സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീൻ. ഐ എം ഗോയിങ് ഇൻ വിത്ത് ദാറ്റ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ലൊരു ലെയർ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കീപ് ബ്ലെൻഡിങ്. ഓക്കെ, ഇത് നല്ല അബ്സോർബായി പോകട്ടോ. ഇങ്ങനെ വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇത് കണ്ടാൽ നമുക്ക് തോന്നുമായിരിക്കും, ബട്ട് ഉണ്ടാവാറില്ല. സോ ഐ എം ജസ്റ്റ് ഗോണ കീപ് ബ്ലെൻഡിങ്. ഇതൊരു സൺസ്ക്രീൻ നല്ലതാണ് കേട്ടോ. കാരണം നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്താലും അതിൻ്റെ കളറോ അങ്ങനെ ഡാർക്ക് ആക്കുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ലൊരു സൺസ്ക്രീനാണ്. ഇപ്പോൾ തന്നെ എൻ്റെ സ്കിൻ ഒന്നുകൂടി ഹൈഡ്രേറ്റഡ് ആൻഡ് ഫൗണ്ടേഷൻ ഒന്നും യൂസ് ഇല്ലാത്ത പോലെ തന്നെയായി. നമ്മൾ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്ത് നമുക്ക് ഫൗണ്ടേഷൻ കുറച്ച് ഇടേണ്ടി വരുള്ളൂ കേട്ടോ. ഞാനൊരു 10-15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ മേക്കപ്പ് ചെയ്യണം കേട്ടോ. സോ ഇത്രയും ചെയ്യുക. ദെൻ ഗോ ആൻഡ് ഡു യുവർ ഹെയർ. ക്ലോത്ത് ഉണ്ടെങ്കിൽ ഡ്രസ്സ് ഇടുക. അതൊക്കെ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിൻ്റെ മുകളിൽ കൂടെ ചെയ്യും. അപ്പോൾ ഇതൊക്കെ നല്ലോണം സെറ്റിലാവും. അപ്പോൾ മുകളിൽ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഗ്ലോയിങ് കിട്ടും. നിങ്ങളുടെ ഈ അടിയിൽ അപ്ലൈ ചെയ്തൊന്നും മൂവ് ചെയ്യൂല. ഞാൻ ജസ്റ്റ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. അപ്ലൈ ചെയ്തൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പ്രൈമറാണ്. നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് മേക്കപ്പ് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി പ്രൈമർ ഓപ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ മേബിലിൻ്റെ ഫിറ്റ്മിയുടെ ഡ്യൂവി പ്ലസ് സ്മൂത്ത് പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫേസിൽ ഇച്ചിരി ടെക്സ്ചറൊക്കെ ഉണ്ട്, അതിനൊന്ന് ബ്ലർ ആക്കാനും എൻ്റെ ഫേസിന് ഒന്നും കൂടി ഡ്യൂവി ആക്കാനും ഇത് സഹായിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രൈമർ നല്ലതാണ്. അപ്പോൾ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് 1-2 ഡ്രോപ്പ് അത്രേ വേണ്ടോ, തന്നെ കൂടുതലാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ പ്രൈമർ എടുക്കുക, രണ്ട് സൈഡിലും എടുക്കുക. എവിടേക്കാണ് ടെക്സ്ചർ വരുന്നത്? എനിക്ക് ഇവിടെ ഒരു ടെക്സ്ചർ വരുന്നുണ്ട്. അത് പ്രഗ്നൻ്റ് ആയതിനു ശേഷം വന്നു തുടങ്ങിയതാണ്. പിന്നെ അത് പോകാനും കുറച്ച് പാടാണ്. അപ്പോൾ അത് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല കുറച്ച് ഹെവി ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ബാക്കി വരുന്നത് ബാക്കിയുള്ളടത്തൊക്കെ ഒന്ന് നോസിൻ്റെ അവിടെയൊക്കെ ചെറുതായിട്ട് ടെക്സ്ചറൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കളർ കറക്ഷൻ ആണ്. അപ്പം ഓറഞ്ച് കളർ കറക്റ്റർ വെച്ചിട്ടൊക്കെ ചെയ്യാം. എനിക്ക് അധികം പിഗ്മെൻറ്റേഷൻ അങ്ങനെയൊന്നും ഇല്ല. അപ്പം ഞാൻ ജസ്റ്റ് ലൈറ്റായിട്ട് കളർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷെയ്ഡ് ഡാർക്കർ ആയിട്ടുള്ള കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഇത് മനീഷ് മൽഹോത്ര എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. അപ്പോൾ ജസ്റ്റ് കുറച്ച് അധികം ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട. ജസ്റ്റ് ഇച്ചിരി കണ്ണിൻ്റെ അടിയിലും പിന്നെ എനിക്ക് ഇവിടെയൊക്കെ ഇച്ചിരി പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇത് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഒന്ന് ഗ്രേ ആവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ നല്ലതാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും മാർക്സോ ആക്നെ മാർക്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് അവിടെ തന്നെ ബ്ലെൻഡ് ചെയ്യുക. അധികം പരത്തി ബ്ലെൻഡ് ചെയ്യരുത്, അവിടെ തന്നെ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു ബ്രഷാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് എവിടെയും ഞാൻ അപ്ലൈ ചെയ്ത് വെച്ചാൽ അവിടെ തന്നെ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ബാക്കി കണ്ണിൻ്റെ മുകളിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഈവൻ ടോൺ പോലെ ആയിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടില്ല. എന്നാലും നിങ്ങൾ ഓറഞ്ച് കറക്റ്റ് വെച്ച് ചെയ്യുകയാണെങ്കിലും ഇത് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ ഒന്നുകൂടി പീച്ചി ടോൺ ആണെങ്കിൽ പീച്ച് കളർ കറക്റ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇച്ചിരി ഗോൾഡൻ ആയിട്ടുള്ള ഒരു അണ്ടർ ടോൺ ആണെങ്കിൽ നിങ്ങളുടെ ഓറഞ്ച് കളർ യൂസ് ചെയ്യുക. ഞാൻ ഇച്ചിരി ഒരു ഷെയ്ഡ് ഡാർക്കറാണ് യൂസ് ചെയ്തത്, അത്രയും ചെയ്താലും കുഴപ്പമില്ല. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷനാണ്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ 9 to 5 ഹയ മാറ്റ് ഫൗണ്ടേഷനാണ്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ, അധികം നാളായിട്ടില്ല. ബട്ട് ഇതിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. ലാക്മേയുടെ ആണ്, അഫോർഡബിൾ ആണ്, യെറ്റ് നല്ല ഗ്ലോയി ആയിട്ടുള്ള ഫിനിഷ് തരുന്നത്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും ചെയ്യും. നമ്മുടെ ഫേസിന് ഓയിലി ആക്കാണ്ട് തന്നെ ആ ഗ്ലോ തരുമ്പോൾ ഉണ്ടല്ലോ, സൂപ്പർബാണ്. നല്ല സ്കിൻ ലൈക്ക് ഫിനിഷും നമുക്ക് കിട്ടും കേട്ടോ. ഇത് ഞാൻ പറയുന്ന പോലെ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഒരു പമ്പ ഞാൻ എടുത്തിട്ടുള്ളൂ, അതെടുക്കുക. ജസ്റ്റ് എന്നിട്ട് ഫേസിൽ മൊത്തം ഇത് കൈകൊണ്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാണ്ടിരിക്കും. നമ്മൾ ഡയറക്റ്റായിട്ട് ബ്രഷോ സ്പഞ്ച് വെച്ചിട്ടൊക്കെ ചെയ്താൽ കുറേ പ്രോഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യും. സ്പഞ്ച് വെച്ച് ചെയ്യുമ്പോൾ കുറേ പ്രോഡക്റ്റ് അബ്സോർബ് ചെയ്ത് പോകും. ഇതാകുമ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കണം. ഓക്കെ, ബാക്കിയുള്ളത് നെക്കിൽ എവിടെയെങ്കിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഞാനൊരു ബ്രഷ് തന്നെ എടുക്കുന്നത്, ജസ്റ്റ് ഇത് ബ്ലെൻഡ് ചെയ്ത് തുടങ്ങുക. ബാക്കിയുള്ളത് കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാം. ഞാൻ പരമാവധി ഫുട്ടേജ് ഒന്നും കട്ട് ചെയ്യാണ്ട് ജസ്റ്റ് ഓടിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ, കാരണം നമ്മൾ ബിഗിനർ ഫ്രണ്ട്ലി ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം കാണണമല്ലോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ എടുക്കുക, ജസ്റ്റ് വെള്ളത്തിൽ മുക്കിയെടുക്കുക ആൻഡ് റിമൂവ് എക്സ്ട്രാ എല്ലാ വെള്ളം കളയുക. പിന്നെ നിങ്ങളൊരു തുണി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഇതൊന്ന് വെച്ച് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് പെർഫെക്റ്റ് ആവും. എന്നിട്ട് ഇതെടുത്തിട്ട് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് ഓടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ബ്രഷ് വെച്ചിട്ട് വരുന്ന വല്ല സ്ട്രോക്സോ അങ്ങനെ എന്തുണ്ടെങ്കിൽ ഒക്കെ അത് റിമൂവ് ചെയ്യും കേട്ടോ. കുറച്ചൊരു ഷൈൻ ഇത് റിമൂവ് ചെയ്തിട്ടുണ്ട്. നല്ല ഗ്ലോയി ആയിട്ടുള്ള ഫേസ് ആണ്, ഒന്നുകൂടി വെച്ചാൽ നാച്ചുറൽ ലുക്കും തരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലഷാണ്. ബ്ലഷിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഫേ ബ്യൂട്ടിയുടെ ബ്ലഷാണ്. ഇതുവരെ യൂസ് ചെയ്ത എല്ലാ പ്രോഡക്ട്സും ഫേ ബ്യൂട്ടിയുടെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതെടുക്കുന്നുണ്ട്. നല്ല ക്യൂട്ട് പാക്കേജിംഗ് ആണ്. ജസ്റ്റ് കുറച്ച് കൂടുതൽ തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഔട്ടർ കോർണറിലാണ് കൂടുതൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ഉള്ളിലേക്ക് കുറച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പോൾ ഞാൻ സെയിം ഫൗണ്ടേഷൻ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ടിഷ്യൂ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൽ ജസ്റ്റ് വൈപ്പ് ചെയ്തിട്ട് നമ്മളത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പുറത്തത്തെ ഭാഗത്ത് കൂടുതൽ അപ്ലൈ ചെയ്യുക, ഇന്നർ കോർണറിലേക്ക് കുറച്ച് കൊണ്ടുവന്നാൽ മതി. കാരണം നമ്മുടെ ഫേസ് ഓൾറെഡി ചബ്ബിയാണ്. ചബ്ബി അല്ലാത്തവരാണെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ ഫേസിൻ്റെ ഉൾഭാഗത്ത് അപ്ലൈ ചെയ്തോളൂ. അപ്പോൾ കുറച്ചും കൂടി ഫേസ് ഇച്ചിരി അത് തുടുപ്പ് പോലെ തോന്നും. എൻ്റെ ഫേസ് ഓൾറെഡി ചബ്ബിയാണ്, പക്ഷെ എനിക്ക് ആവശ്യമില്ല, സോ ഞാൻ ചെയ്യുന്നില്ല. കീപ്പ് ഓൺ ബ്ലെൻഡിങ്. കുറച്ചും കൂടി വേണം തോന്നുന്നുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇച്ചിരി കൂടുതൽ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കാരണം നമ്മൾ പൗഡർ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ മുകളിൽ ഇതിൻ്റെ പൗഡർ ബ്ലഷ് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഞാനത് ചെയ്യുന്നില്ല, സോ എനിക്ക് ഇത്രയും ബ്ലഷ് മതി. ആൻഡ് ഇത് കുറച്ചും കഴിഞ്ഞാൽ പോവും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലൂസ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ലാക്മേയുടെ ഫേസ് പൗഡറാണ്. ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് ഡബ്ബയാണ്. ആദ്യമായിട്ട് ഞാനൊരു മേക്കപ്പ് പ്രോഡക്റ്റ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഫൈൻ ആയിട്ടുള്ള പൗഡറാണ്. പിന്നെ ഒരു ചെറുതായിട്ടൊരു ഇതിൽ കാണുന്നുണ്ടെന്നറിയില്ല, പിങ്കിഷ് ടോൺ ഉണ്ട് ഈ ഒരു പൗഡറിന്. അപ്പോൾ അത് എൻ്റെ അണ്ടർടോൺ പിങ്ക് ആണ്. അപ്പോൾ അതിനെനിക്ക് നല്ലതെന്ന് വെച്ചാൽ നാച്ചുറൽ ഫിനിഷ് തരാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അപ്ലൈ ചെയ്ത് കാണുമ്പോൾ കാണാം എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. നമ്മൾ കണ്ണിൻ്റെ അടിയിൽ ഞാൻ ഈ ഒരു ബ്യൂട്ടി സ്പഞ്ച് വെച്ചിട്ടാണ്, എക്സ്ട്രാ നനച്ചിട്ടൊന്നുമില്ല, നേരത്തെ നനച്ച അതേപോലെ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇത് പാക്ക് ചെയ്ത് കൊടുക്കുക, പാക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ ഞാൻ എന്തുകൊണ്ടാണ് ഈ പൗഡർ പ്രിഫർ ചെയ്യുന്നതെന്ന് കണ്ടോ നിങ്ങൾ. ജസ്റ്റ് നല്ല ബ്ലർ ചെയ്ത് നല്ല സൂപ്പർ ആക്കും. എസ്പെഷ്യലി എൻ്റെ അണ്ടർ ഐ ക്രീസ് ആവണമെന്നൊക്കെ തോന്നുന്നു. ഇത് നല്ലോണം ക്രീസിങ് ആവാണ്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. സ്പെഷ്യലി ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ആൻഡ് അഗെയിൻ കുറച്ചും കൂടി എടുത്ത് നെക്സ്റ്റ് സൈഡും ഞാൻ ചെയ്യുന്നുണ്ട്. ടീ സോണിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. എവിടേക്കാണ് നമ്മൾ സ്വെറ്റ് ആവാച്ചാൽ അവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റും, ഷൈൻ അങ്ങോട്ട് പോകും. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫേസ് കുറച്ചുകൂടി ഓയിലി ആവുന്ന ഭാഗങ്ങൾ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഞാനിങ്ങനെ ഇവിടെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗങ്ങളും ഞാൻ അപ്ലൈ ചെയ്യാം. നമ്മൾ എക്സ്ട്രാ ഹൈലൈറ്റിങ് ഒന്നും ചെയ്യുന്നില്ല കൺസീലർ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ അത് ചെയ്യാം. ഞാൻ എവിടെയാണ് കൺസീലർ വെച്ചിട്ട് സെറ്റ് വെച്ച് അവിടെയൊക്കെ ചെയ്യുന്നുണ്ട്, കാരണം അവിടെയൊക്കെ എനിക്ക് കുറച്ച് ഓയിലി ആവണതും സെറ്റ് ചെയ്യുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുക. നല്ലോണം സ്പഞ്ച് വെച്ചിട്ട് ഞാനപ്പോൾ അതെല്ലാം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോസിൻ്റെ അവിടത്തെയും ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് എന്ന് വെച്ചാൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ മേക്കപ്പ് ഒന്ന് ഇളകാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൗഡർ വെച്ച് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് വലിയൊരു ഫ്ലഫി ബ്രഷ് എടുക്കുക.
പൗഡറിൽ ഒന്ന് മുക്കി കൊടുക്കുക. എക്സ്ട്രാ റിമൂവ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഫേസ് ബാക്കിയുള്ള ഭാഗങ്ങളൊന്ന് ലൈറ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ബ്രോൺസർ ആണ്. അഗെയിൻ ഫേസ് ചബ്ബി അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. എൻ്റെ ഫേസ് ചബ്ബിയാണ്, സോ ഞാൻ ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് ലിറ്റിൽ ബിറ്റ്, കുറച്ച് വേണ്ടോ ഇവിടെ അപ്ലൈ ചെയ്യും. എവിടേക്കാണ് നിങ്ങൾക്ക് ഫേസിൽ ഒന്നുകൂടി സ്ലിം ആയിട്ട് തോന്നുന്നത് വെച്ചാൽ അവിടേക്ക് അപ്ലൈ ചെയ്യുക. ബ്ലെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ലൈറ്റായിട്ട് ഇവിടെ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. നോട്ട് ടു മച്ച്, ജസ്റ്റ് ലൈറ്റായിട്ട്. ഇനി ഡബിൾ ചെയ്യും. ഇച്ചിരി ഇവിടെ ഹെയർ ലൈൻ്റെ അവിടെ അപ്ലൈ ചെയ്യുന്നത് ഇഷ്ടമാണ് കേട്ടോ. കുറച്ചും കൂടി നാച്ചുറൽ ഫീൽ കിട്ടും. ജസ്റ്റ് അവിടെ അപ്ലൈ ചെയ്യുക. ഒന്നൊന്ന് പിൻ ചെയ്യുക. വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്തിട്ട് കുറച്ചെടുത്തിട്ട് ജസ്റ്റ് നോസിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ അടിഭാഗത്ത് അപ്ലൈ ചെയ്യുക. ആ വലിയ ബ്രഷ് കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുക കേട്ടോ. പുറത്തേക്ക് ബ്ലെൻഡ് ചെയ്യുക, ഉള്ളിലേക്കല്ല. ഇവിടേക്ക് ബ്ലെൻഡ് ചെയ്യരുത്, പുറത്തേക്ക് ബ്ലെൻഡ് ചെയ്യുക. അധികം പ്രിസൈസ് ആവാൻ നിൽക്കണ്ട. അധികം പ്രിസൈസ് ആയാൽ നാച്ചുറൽ ആയിട്ട് തോന്നില്ല. ഇത് കുറച്ചും കൂടി നാച്ചുറൽ ലുക്ക് തരും കേട്ടോ. ഇനി നമുക്ക് കണ്ണും ഐബ്രോസും ഒക്കെ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഹൈലൈറ്റർ കൊടുക്കാം. ലാസ്റ്റായിട്ട് ഹൈലൈറ്റർ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഐ മേക്കപ്പിലേക്ക് കിടക്കാം. അതിന് മുന്നായിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഐബ്രോസ് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഐബ്രോസിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ഐബ്രോ പാലറ്റാണ് പോകുന്നത്. ഇതിൽ ഞാൻ മോസ്റ്റ്ലി ഈ രണ്ട് ഷെയ്ഡാണ് യൂസ് ചെയ്യാറ് കേട്ടോ. മിക്സ് ചെയ്ത് മാച്ച് ചെയ്തൊക്കെ വരയ്ക്കും. ഐബ്രോസ് വരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഓവറായിട്ട് ഫില്ല് ചെയ്യാണ്ടിരിക്കുക. എവിടെയൊക്കെ ഇല്ലാത്ത വെച്ചാൽ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. സ്പെഷ്യലി തിക്കായിട്ടുള്ള ഐബ്രോസ് ഉള്ളവർ, ഇല്ലാത്തവർ നല്ലോണം വരച്ച് തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഐസ് ചെയ്യാം. ഐസിന് വേണ്ടി ഞാൻ ഈ രണ്ട് ഐ ഷാഡോ പാലറ്റാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ മെയിൻലി കുറച്ച് ഡാർക്കർ ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ എനിക്ക് ആ ഒരു ഗോൾഡൻ ഷിമ്മർ ഇതിലുണ്ടെന്ന് തോന്നുന്നു, അത് ഉപയോഗിക്കണമെന്ന്. സോ ദാറ്റ്സ് വൈ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഐ മേക്കപ്പിലേക്ക് കിടക്കാം. ഐ മേക്കപ്പിന് വേണ്ടി കുറച്ച് സൂമിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്വിസ് ബ്യൂട്ടിയുടെ പാലറ്റ് എടുക്കുകയാണ്. ഈ ഒരു ഷെയ്ഡ് എടുക്കുന്നുണ്ട്. ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് കണ്ടോ, ഇത് നല്ലോണം നമ്മുടെ ഐലിടുമ്പോൾ ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് അപ്ലൈ ചെയ്യാം. ഒരു ബ്രഷ് എടുക്കുക, ഔട്ടർ കോർണർ മാത്രം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു എന്ന് വെച്ചാൽ ബ്ലെൻഡഡ് ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ചെറിയൊരു ബ്രഷ് വെച്ചിട്ട്. ഓക്കെ, സെയിം കളർ കണ്ണിൻ്റെ അടിയിൽ. നെക്സ്റ്റ് ഞാനൊരു ഈ ഒരു എൽഫിൻ്റെ പാലറ്റാണ്. ഇത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള പാലറ്റ് തന്നെയാണ് കേട്ടോ. സ്പെഷ്യലി സെയിൽ ടൈമിൽ ഞാൻ വാങ്ങിയതാണ്. ഇതിൽ ഈ ഒരു നല്ലൊരു എന്താ പറയുക, ഒരു ബ്രോൺസി ഷിമ്മർ കളറുണ്ട്. അതെടുക്കുക, കൈ കൊണ്ട് തന്നെ എടുക്കുക. അപ്ലൈ സൂപ്പർ കളറാണ്. ഇന്നർ ലൈൻ അതിൻ്റെ ക്രീസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ക്രീസ് തന്നില്ല, അതിന് മുകളിലേക്ക് അപ്ലൈ ചെയ്യാണ്ടിരിക്കുക. ജസ്റ്റ് അവിടെ തന്നെ അപ്ലൈ ചെയ്യുക. ഒരു മുക്കാൽ ഭാഗം വരെ അപ്ലൈ ചെയ്യുക. ഓക്കെ, കണ്ടോ, സൂപ്പർ സിമ്പിൾ ആയിട്ടുള്ള ഐ ഷാഡോ ലുക്കാണ്. കുഞ്ഞ് ബ്രഷ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കൈ ഉപയോഗിച്ചാലും മതി, അല്ലെങ്കിൽ നമ്മുടെ ബഡ്സ് ഉണ്ടല്ലോ അത് ഉപയോഗിച്ചാലും മതി കേട്ടോ. ഈ ഒരു ബ്രൗൺ കളർ എടുക്കുകയാണ്. ഈ ലാഷ് ലൈനിൻ്റെ നമ്മൾ കണ്ണ് എഴുതി കൊടുക്കുന്ന പോലെ കണ്ണിന് തൊട്ടടുത്തായിട്ട് അപ്ലൈ ചെയ്യാം. ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന് നല്ലൊരു ഡെപ്തും കൊടുക്കും, പിന്നെ നല്ലൊരു സ്മോക്ക്ഡ് ആയിട്ടുള്ള ഒരു ലുക്കും കിട്ടും. പിന്നെ എക്സ്ട്രാ നമ്മൾ ലൈക്ക് ലൈനർ വെച്ചിട്ടൊന്നും വരയ്ക്കണ്ട, ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഇനി എക്സ്ട്രാ സ്മഡ്ജിങ് ഒന്നും ചെയ്യേണ്ട കേട്ടോ, സിമ്പിളാണ്. നെക്സ്റ്റ് നമ്മളൊരു കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പർ വാട്ടർ ലൈനിലും ലോവർ വാട്ടർ ലൈനിലും. ഹൗസ് ഓഫ് മേക്കപ്പിൻ്റെ ലൈനറാണ്, കാജലാണ് ഉപയോഗിക്കുന്നത്. രണ്ട് ഭാഗത്തും ലൈനർ അപ്ലൈ ചെയ്താലാണ് കേട്ടോ ആ ഒരു ഫിനിഷ് ലുക്ക് കിട്ടുള്ളൂ ഈ ഒരു ലുക്കിന്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ വാട്ടർ ലൈനിൽ ലൈൻ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ലാഷസ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു മേബിലിൻ്റെ മസ്കാര തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മേബിലിൻ്റെ ഹൈപ്പർ കേൾ മസ്കാരയാണ് കേട്ടോ. ലോവർ ലാഷസിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് ഐ ലുക്ക് വരും. അപ്പോൾ ഇതിവിടെ എക്സ്ട്രാ കുറച്ച് ഫോൾ ഔട്ട് വന്നിട്ടുണ്ട്, അതൊക്കെ നമുക്ക് തട്ടിക്കളയാം. അതിന് വേണ്ടിയിട്ട്
ഒരു ബ്രഷ് എടുക്കുക, ഡ്രൈ ആയിട്ടുള്ള ഒരു ബ്രഷ് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് തട്ടി കൊടുത്താൽ മതി. എക്സ്ട്രാ പ്രൊഡക്റ്റൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പോവും. നമ്മൾ ആദ്യം ഐ മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലത്, ബട്ട് എനിക്കത് താല്പര്യപ്പെടുന്ന കാര്യമല്ല. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ബേസ് മേക്കപ്പ് ഏകദേശം കഴിഞ്ഞു, ഐ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞു. ജസ്റ്റ് ഒരു സെറ്റിംഗ് സ്പ്രേ എടുക്കുക, ഒരു കൈ ഇവിടെ വയ്ക്കുക കേട്ടോ. എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇവിടെ വയ്ക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഐ മേക്കപ്പ് നീങ്ങാണ്ടിരിക്കാനാണ്. ഈ ഐ മേക്കപ്പിന് സെറ്റിംഗ് സ്പ്രേയുടെ ആവശ്യമില്ല. ബട്ട് ഫേസ് മേക്കപ്പ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആകണമെങ്കിൽ സെറ്റിംഗ് സ്പ്രേ വേണം. ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻസൈഡ് കോസ്മെറ്റിക്കിൻ്റെ മേക്കപ്പ് ഫിക്സറാണ്. നല്ല മേക്കപ്പ് ഫിക്സറാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് അടിച്ചു കൊടുക്കുന്നുണ്ട്. സ്പഞ്ച് എടുത്തിട്ട് ആ സ്പഞ്ചാണ് നമ്മൾ ഉപയോഗിച്ചിരുന്ന സ്പഞ്ചിനെ എടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് പാറ്റ് ചെയ്ത് കൊടുക്കുക. ഐ ഷാഡോയുടെ ഭാഗത്തേക്ക് പോകണ്ട, ബാക്കിയുള്ളടത്തൊക്കെ ഒന്ന് പാറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് മുകളിൽ കൂടെ ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വെൽഡിൻ്റെ മെഗാ ഗ്ലോ ഹൈലൈറ്റർ ആണ്. കുറച്ച് നാളായി ഇത് എൻ്റെ ഇരിക്കുന്നു, പൊടിഞ്ഞു. ബട്ട് ഇത്രയും നല്ല ഹൈലൈറ്റർ വേറെ ഇല്ല കേട്ടോ. അപ്പോൾ നല്ല അഫോർഡബിൾ തന്നെയാണ്. ഇത് പ്രഷ്യസ് പെറ്റൽ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു ബ്രഷാണ് ആദ്യം എടുക്കുന്നത്. ജസ്റ്റ് ആ കുഞ്ഞൊരു ബ്രഷിലെടുത്തു എക്സ്ട്രാ റിമൂവ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. എവിടേക്ക് വേണമെച്ചാൽ എവിടേക്ക് അപ്ലൈ ചെയ്യുക. ഇവിടെ കുറച്ച് ടെക്സ്ചർ ഉണ്ട്, അപ്പോൾ അവിടെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ അടിയിലാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്താൽ ആ ടെക്സ്ചർ എടുത്ത് കാണിക്കും. കണ്ടോ, ഒരു പ്രത്യേക നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ പോലത്തെ ഒരു ഗ്ലോ ആണ്, നല്ല ഗോൾഡൻ ഗ്ലോ ആണ്. അപ്പോൾ ജസ്റ്റ് ബാക്കിയുള്ളത് ഞാൻ കുറച്ചും കൂടി എടുത്തിട്ട് ജസ്റ്റ് കണ്ണിൻ്റെ ഐബ്രോസിൻ്റെ അടിയിലും ഇനി ഇന്നർ കോർണറിൽ കുറച്ചെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. പ്രിസിഷൻ ഒന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ കണ്ണൊന്ന് വിടർന്ന പോലെ തോന്നും. ആൻഡ് അഗെയിൻ കുറച്ചും കൂടി എടുത്തിട്ട് ജസ്റ്റ് ഈ ചുണ്ടിൻ്റെ മുകൾ ഭാഗത്ത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് കൈ കൊണ്ടൊന്നും ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ചിൻ ഭാഗത്ത് അപ്ലൈ ചെയ്യുക. ഗ്ലോ വന്നു നമ്മുടെ ഫേസിൽ. നെക്സ്റ്റ് ലിപ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി ലിപ് ലൈനറിന് വേണ്ടിയിട്ട് ഞാൻ മാസിൻ്റെ എഡ്ജ് ഓഫ് ഡിസയർ ലിപ് ലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. കൊക്കോ ബട്ടർ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് 14. ഇത് വെച്ചിട്ട് ജസ്റ്റ് ലിപ്സ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ളൊരു ലിപ് ലൈനറാണ് കേട്ടോ ഈ ഒരു ലുക്കിന് വേണ്ടി ചൂസ് ചെയ്താൽ. അത് ഞാൻ നല്ലോണം ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ലൈറ്റർ ആയിട്ടുള്ളൊരു എന്ന് വെച്ചാൽ ഒരു ന്യൂഡ് കളർ വെച്ചിട്ട് നടുക്കിൽ ജസ്റ്റ് ആ ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗങ്ങളിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അത് രണ്ടും ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പം ഈ കൊണ്ടൊന്ന് ലിപ് ലൈനറായിട്ട് മർജ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ലിപ്സ്റ്റിക് റെഡി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനൊരു ഫിനിഷിംഗ് ടച്ച് കൊടുക്കുകയാണ്, കമ്മലിമാല ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിനിഷ് ലുക്ക് വന്നേക്കുന്നത്. നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഈ വീഡിയോയിൽ. അപ്പോൾ പ്രോഡക്ട്സിൻ്റെ എല്ലാം ലിങ്ക് അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ചെക്കൗട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ മേക്കപ്പ് ലുക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. മേക്കപ്പ് ലുക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ന്യൂ വീഡിയോസ് ഇടുന്നതാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലൊരു ബെൽ ബട്ടൺ വരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഡെഫിനറ്റ്ലി അത് ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.